മാർപ്പാപ്പയാകാനുള്ള യോഗ്യത. മാമോദീസ സ്വീകരിച്ച കത്തോലിക്കാ സഭാ വിശ്വാസിയായ ഏത് പുരുഷനും മാർപ്പാപ്പയാകാൻ അർഹതയുണ്ട്. 1378 മുതൽ കർദ്ദിനാൾമാർ മാത്രമാണ് ഈ സ്ഥാനത്തെത്തിയത്. വോട്ടവകാശം. 80 വയസ്സിന് താഴെയുള്ള കർദ്ദിനാൾമാർക്കാണ് വോട്ടവകാശം. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് മുന്നോടിയായി കർദ്ദിനാൾമാർ ഒത്തുചേരും. കോൺക്ലേവിൻ്റെ തീയതിയും വോട്ടവകാശമുള്ള കർദ്ദിനാൾമാരുടെ എണ്ണവും നിശ്ചയിക്കും. വോട്ടെടുപ്പ്. വത്തിക്കാനിലെ അപ്പോസ്തലിക് പാലസ്തീനിലുള്ള സിസ്റ്റേറ്റ് ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുക. ഉച്ച കഴിഞ്ഞ് കുർബാനയ്ക്ക് ശേഷമാകും ആദ്യ വോട്ടെടുപ്പ്. പുറം ലോകവുമായി ബന്ധപ്പെടില്ലെന്നും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും കർദ്ദിനാൾമാർ പ്രതിജ്ഞയെടുക്കും. ആദ്യ വോട്ടെടുപ്പിൽ ആർക്കും 3-ൽ 2 വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ തുടർന്ന് ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും ശേഷമായി 2 റൗണ്ട് വീതം വോട്ടെടുപ്പ് നടത്തും. വോട്ടിംഗ് നടപടിക്രമം. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള 3 കർദ്ദിനാൾമാർ ഓരോ ബാലറ്റും പരിശോധിച്ച് അതിലെ പേര് ഉറക്കെ വായിച്ച് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. ആർക്കും 3-ൽ 2 വോട്ട് ഇല്ലെങ്കിൽ സൂചിയും നൂലും ഉപയോഗിച്ച് ബാലറ്റുകൾ തുന്നിക്കെട്ടി ട്രേയിൽ വയ്ക്കും. അടുത്ത റൗണ്ട് വോട്ടിങ്ങിൻ്റെ നടപടി തുടങ്ങും. പുക തരുന്ന സന്ദേശം. തുന്നിക്കെട്ടിയ ബാലറ്റുകൾ സിലിണ്ടറിക്കൽ സ്റ്റൗവിൽ കത്തും. സിസ്റ്റീൻ ചാപ്പലിൻ്റെ ചിമ്മിനിയിലൂടെ കറുത്ത പുകയുയർന്നാൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായില്ലെന്ന് അർത്ഥം. വെളുത്ത പുകയെങ്കിൽ പുതിയ പാപ്പയെ തീരുമാനിച്ചെന്നും പുകയുടെ നിറത്തിന് രാസവസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. വെളുത്ത പുകയുയർന്നാൽ പിന്നാലെ മണി മുഴങ്ങും. പുതിയ പാപ്പ. 3-ൽ 2 വോട്ട് ലഭിച്ചയാളോട് പാപ്പയാകാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. സമ്മതമറിയിക്കുന്നതിന് പിന്നാലെ സ്വീകരിക്കുന്ന പേരും പുതിയ പാപ്പ വ്യക്തമാക്കും. തുടർന്ന് ചുമതല ഏറ്റെടുക്കും. പ്രഖ്യാപനം. സെന്റ് പീറ്റേഴ്സ് ചതുരത്തിന് അഭിമുഖമായുള്ള ബാൽക്കണിയിൽ നിന്ന് കർദ്ദിനാൾമാരുടെ ഡീൻ ഹബേമൂസ് പാപ്പ "നമുക്ക് പാപ്പയെ ലഭിച്ചു" എന്ന വാർത്ത അറിയിക്കും. പിന്നാലെ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ചെത്തുന്ന പാപ്പ വിശ്വാസികളെ അനുഗ്രഹിക്കും.